കിഴക്കമ്പലത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. 5 മീറ്ററാണ് ഇതിൻ്റെ ഇന്റേണൽ റോഡ് കൊടുത്തുള്ളത്. മെയിൻ ബസ് സ്റ്റോപ്പ് വരുന്നത് വില്ലയുടെ ഫ്രണ്ട് വശം തന്നെയാണ്. 1 കിലോമീറ്ററാണ് മെയിൻ കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററാണ്. കാക്കനാട് മെയിൻ ജംഗ്ഷനിലേക്ക് 10 കിലോമീറ്ററോളം വരുന്നുണ്ട്. എടപ്പള്ളി ഭാഗത്തേക്ക് 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മാത്രമല്ല നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെന്നുണ്ടെങ്കിൽ 9.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2020 എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിലും കൂടിയാണ്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. 4 സെൻറ്റ് 500 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1850 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ആർക്കിടെക്റ്റ് രീതിയിലാണ് ഈ വീടിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ പാറ്റേണോട് കൂടിയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരികയാണ്. ഇതിൻ്റെ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെവി മെറ്റലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഗേറ്റ് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുള്ളത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ചെറിയ വാഹനമാണെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് നമുക്ക് ഇറക്കിയിടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വലിയൊരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം. ഇത് കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കൊന്ന് കിഴക്ക് ഭാഗത്തേക്ക് വരാം. ഞാനിപ്പോൾ നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ്. ഇത്രയും സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇവിടെയും ധാരാളം സ്പേസ് ഉണ്ട്. വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം ബോർവെല്ലാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് താഴെയുണ്ട്. 1000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് മേലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് വെല്ലും പിന്നെ ഒന്ന് KW വാട്ടറും. ഇനി നമ്മൾ നേരെ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. സൗത്ത് സൈഡിലും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ധാരാളം പ്ലാന്റ്സുകൾ വെക്കാനായിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സോട് കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ചെടികൾ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും. ഇത് കൂടാതെ തന്നെ ഫ്രണ്ടിലും സിറ്റ് ഔട്ടിനും ഫ്രണ്ടിലുമായിട്ടും ആ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചരിവോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് കൊടുത്തുള്ളത്. അപ്പോൾ കയറുന്ന സ്റ്റെപ്പിലെല്ലാം ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. കയറുന്ന ഫ്രണ്ടിൽ തന്നെയായിട്ട് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ഇത് കംപ്ലീറ്റ് വാസ്തു കണക്കിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ക്രോസ് വെന്റിലേഷനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റീസൊക്കെ ഇടാവുന്നതാണ്. ഒരു ടീപ്പ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ LED ലൈറ്റുകളും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേൺ ഒരു ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി TV യൂണിറ്റിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗർജൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വലിയൊരു TV ഇവിടെ ഹാങ് ചെയ്യാം. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ്. അതിലാണ് ഈ TVയുടെ സ്പേസ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. അതായത് കയറുന്ന സ്റ്റെയർ ഏരിയ കാണാതിരിക്കുന്ന രീതിയിലാണ് ഇത് സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ്. കൗണ്ടർ വാഷ് ബേസിനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മിററൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതുമാണ്. ഇനി ഇൻവെർട്ടർ വരുന്നത് സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ടാണ്. അവിടെയും പവർ സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പം കവേർഡ് കിച്ചണാണ് എങ്കിൽ കൂടി ഒരു ഓപ്പൺ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് സർവ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെയും ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോമും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. 2 എക്സോസ്റ്റിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ്. അപ്പം ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
നല്ല ക്വാളിറ്റി ഉള്ള കിച്ചൺ കബോർഡുകളാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്വിച്ചസ് ഒക്കെ വന്നിരിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ഏറ്റവും നല്ല സ്വിച്ചസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഔട്ട് സൈഡിലേക്ക്, അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെയാണെങ്കിലും ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഓൾറെഡി കോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിറർ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാൾഡ്രോബ്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിങ്ങിലാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു കുഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. ബേബിൻ്റെ വരെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. ബാത്റൂം ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ജാഗോണ്ട് ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിൻ. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് പൈപ്പും എല്ലാം കൊടുത്തിരിക്കുന്നതൊക്കെ സ്റ്റീലിൻ്റെ തന്നെയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഡയവേർട്ടർ, റെയിൻ ഷവർ, ഷാംപൂസും ലിക്വിഡ്സും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇങ്ങനെയാണ് കൊടുത്തുള്ളത്. പിന്നെ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്, എക്സ്യൂസ്റ്റ് വരുന്നുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഫൈബർ ഡോറുമാണ് ഇതിന് വരുന്നത്. അപ്പം നല്ലൊരു ബെഡ്റൂം നമുക്ക് കിട്ടി. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. നല്ലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്, സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്, സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് സ്പേസ് ഒട്ടും തന്നെ പോകുന്നില്ല. നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ്. ഇത് കൂടാതെ ഇതിൻ്റെ മേലെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. നേരെ മേലേക്ക് കയറാം. ഇതൊരു ഡബിൾ ഹൈറ്റും കൂടിയാണ്. മേലെ ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസുകളെല്ലാം ഒരു ഭംഗിയായിട്ട് ഒരു യു ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈലിൻ്റെ വർക്ക് എടുത്തു പറയേണ്ടതാണ്. സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന സൈഡ് ടൈലുകളെല്ലാം അകത്തേക്ക് ചേർന്നിരിക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്ക് ഒരു പ്രൊജക്ഷനും കാണാവുന്ന രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിങ്ങിലാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഫ്രണ്ടിൽ TV സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു TV ഇവിടെ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ ലിവിങ് സ്പേസിൽ ഇരുന്ന് കാണാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ വരുന്ന ഭാഗത്ത് 2 ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്വിച്ചസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഫാൻ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. ഇനി TV വേണമെങ്കിൽ ബെഡ്റൂമിൽ കൊടുക്കുന്നവർക്ക് ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, ഇനി മിറർ വരാനുണ്ട്, ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഷാംപൂസും ലിക്വിഡ്സും വെക്കാനുള്ള പ്ലേസ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോർ തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. പിന്നെ ഇതിൻ്റെ റൂഫ് വന്നിരിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലായതുകൊണ്ട് അകത്തും ട്രയാങ്കിൾ ഷേപ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഭംഗിയുള്ള LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫാൻ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ബാത്റൂമിന് മേലെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ, സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒക്കെ വന്നിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെയായിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. ജാഗോൻ്റെ തന്നെയാണ് ടവൽ റാഡും വന്നുള്ളത്. ഇവിടെ മാറി ഒതുങ്ങിയിട്ടാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വന്നുള്ളത്. ഇതിൻ്റെ ടൈലിന് കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഡയവേർട്ടർ, റെയിൻ ഷവർ, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഷാംപൂസും ലിക്വിഡ്സും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കൊന്ന് പോവാം.
യൂട്ടിലിറ്റി സ്പേസ് ആണ്. ടൈൽ വന്നിരിക്കുന്നത് മാറ്റ് ടൈലാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അവിടെയും ഒരു പവർ പോയിൻറ്റ് വരുന്നുണ്ട്. ഇത് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് തന്നെ ധാരാളമാണ്. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും അതല്ലെങ്കിൽ ലോണ്ടറി സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ ഭാഗം. ഇവിടെ സ്ക്വയർ ട്യൂബിൽ ലാഡർ ചെയ്തിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ്. ടാങ്ക് വന്നിരിക്കുന്നത് സ്റ്റാൻഡിന് മേലെയാണ്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഓപ്പൺ ബാൽക്കണിയാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. 304 സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈലും വന്നിരിക്കുന്നത് മാറ്റ് ടൈൽ തന്നെയാണ്. വിശാലമായുള്ളൊരു ബാൽക്കണിയോട് കൂടിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1850 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ബസ് റൂട്ട് ഫ്രണ്ടേജാണ് ഈ വില്ല പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് വീടും കൂടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 88 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.